ഒന്നെങ്കിലും നമുക്കൊരു 4-4:30 ആകുമ്പോൾ ഇവിടെ നിന്ന് എണീറ്റ് എറണാകുളം വേറെ പ്രകൃതി ഭംഗിയും കുറേ തണുപ്പൊക്കെ കൊണ്ടുവന്ന് പോയിട്ട് ചുമ്മാ ഉടക്കൊന്ന് കറങ്ങി തിരിച്ചു വരാം. തിരിച്ചു വന്നിട്ട് നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി ഇവിടെ നിന്നിട്ട് കാഴ്ചകൾ കാണും. വീണ്ടും കുറച്ച് മൺട്രോത്തുരുത്ത് കറക്കം. കോണ്ടൻ്റ് ഇല്ലായ്മയാണല്ലോ എൻ്റെ കോണ്ടൻറ്റ്. മൺട്രോത്തുരുത്ത് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും എസ്സോളമാണ്. മൺട്രോത്തുരുത്തർക്കല്ല, മൺട്രോത്തുരുത്തിന് പുറത്തുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് തന്നെ പോവാം. ഒന്നുകിൽ നമുക്ക് ചുമ്മാ നിന്ന് താളം വിടാണ്ട് നേരെ ഓടിച്ചങ്ങ് പോവാം, അല്ലെന്നുണ്ടെങ്കിൽ പയ്യെ BGM ഒക്കെ ഇട്ട് സ്ലോ മോഷനിൽ പോവാം. ഈ നാട്ടിൽ തെരുവ് നായ ശല്യം ഉണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷെ തെരുവ് നായകൾ ഇഷ്ടം പോലെ ഉണ്ട്, പല സൈസിൽ. ഇത് ഈ കാണുന്ന മണി ഹൈസ്റ്റ് വൈബിളൊരു വലിയ ബിൽഡിംഗ് ഉണ്ടോ, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് അവിടെ മരുന്ന് വാങ്ങിക്കാൻ പോയിട്ട് മരുന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന് കഴിക്കാറാണ് പതിവ്. അങ്ങനെ വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് അവിടെ മേശയ്ക്ക് ചുറ്റും ഇരുന്നും മരുന്ന് കഴിക്കണ കുറച്ച് സോക്കോൾ മ്യാമന്മാരുണ്ട്. അവരുടെ പ്രധാന പ്രശ്നം അവൻ എപ്പോഴും ഇവിടെ മരുന്ന് കുടിക്കാൻ വരുന്നുണ്ട്, പക്ഷേ ഞങ്ങളിവിടെ ഇരുന്ന് കുടിക്കും. എന്താലേ സില്ലി പീപ്സ്. ഈ നാട്ടിൽ വന്നാലും ഈ നാട്ടിനെ കുറിച്ചുള്ള ഏതെങ്കിലുമൊക്കെ വീഡിയോസ് എടുത്ത് നോക്കിയാലും പാലത്തിൻ്റെ അടിയിൽ കൂടെ പോവുക അല്ലെങ്കിൽ പാലത്തിൻ്റെ മേലെ കൂടെ പോവുക, ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത്. വള്ളത്തിൻ്റെ സൈസ് മാറും, ആൾക്കാരുടെ എണ്ണം മാറും കൂടും, അങ്ങനെയൊക്കെയുള്ളൂ. കാണുമ്പോൾ ഒരു രസം, പോകുമ്പോൾ വേറൊരു രസം. പ്രത്യേകിച്ച് ഒരു കാര്യമില്ലെങ്കിലും കുറേ പ്രാവശ്യം പോയിട്ടുള്ളതാണെങ്കിലും വെറുതെ ഇതിൽ കൂടെയൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയി ഇവിടെ വന്ന് നിന്നിങ്ങനെ കാണുന്നത് വെള്ളമൊക്കെ തന്നെ, എന്നാലും അതൊരു രസം. വരുന്ന സമയം അനുസരിച്ച് ഇവിടെയുള്ളൊരു വ്യൂ മാറും എന്നതൊഴിച്ചാൽ ഇല്ല, ഒന്നുമില്ല. വരുന്നവർ വരട്ടെ, കാണട്ടെ, ബോട്ടിങ് ചെയ്യട്ടെ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് പോവാം. മൺട്രോത്തുരുത്തി കൂടി ഇപ്പോൾ കറങ്ങുമ്പോൾ നമുക്ക് തോന്നിപ്പോവും മറ്റേ ഓറഞ്ച് കളറിലുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് വിൽക്കുന്ന ചേട്ടന്മാരില്ലേ, അവരിവിടുത്തെ സകല കടയും അടങ്കലെടുത്തിട്ടുണ്ട്. എല്ലാ കടയുടെയും ബോർഡ് അണ്ണന്മാരുടെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പാലത്തിൻ്റെ അടിയിൽ കൂടെ വള്ളം പോകുന്ന ഒരു വിഷയം കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ നീലക്കളർ വള്ളത്തിലുള്ള അപ്പൂപ്പനെ കണ്ട് ചവിട്ടിയതാണ് ഞാനിവിടെ. പുള്ളിക്കാരനൊക്കെ ഭയങ്കര അടിപൊളി. നേരം വെളുക്കുന്നതിന് മുമ്പേ ഗോപ്രോയൊക്കെ ആയിട്ട് ഇറങ്ങിയോന്ന്. എല്ലാവർക്കും എല്ലാം അറിയാം ഇപ്പോൾ. പിന്നെ നിനക്ക് മാത്രമേ എല്ലാം അറിയുള്ളൂ, അങ്ങനല്ല. അതായത് ഈ കുഞ്ഞി ക്യാമറ വാങ്ങിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മയ്ക്കറിയില്ലായിരുന്നു ഇതെന്താണെന്ന്. അപ്പോൾ എന്തായാലും അമ്മയെക്കാട്ടിയും പ്രായമുള്ളൊരു അപ്പൂപ്പൻ ഈ ക്യാമറയുടെ പേരൊക്കെ പറഞ്ഞ് എന്നോട് ചോദിക്കുമ്പോൾ ഇതിൻ്റെ പേരങ്ങനെ അല്ലെങ്കിൽ കൂടെ സാധനത്തിൻ്റെ പർപ്പസ് അതാണല്ലോ. വീണ്ടും അവിടുന്ന് വണ്ടി എടുത്തിട്ട് പറന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പയ്യെ പോകുന്ന വീഡിയോ പറത്തി കാണിക്കുമ്പോൾ നമ്മൾ ഈ കയറ്റം വളഞ്ഞ് കയറി വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ ഒരു ജംഗ്ഷൻ എന്നോ ഹാർട്ടെന്നോ മെയിനെന്നൊക്കെ പറയുന്ന കാനറ ബാങ്ക് ജംഗ്ഷൻ. ഇവിടെ ഒരുവിധം എല്ലാം കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല, വെറുതെ ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ച് തിരിച്ച് വരിക എന്നുള്ളത് മാത്രമേ ഉദ്ദേശമുള്ളൂ. സ്പീഡിൽ പോണ പോലെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് കാണാൻ രസമുണ്ട്. പയ്യെ പോകുമ്പോൾ വർഷങ്ങളായിട്ട് ഇത് കാണുന്നതുകൊണ്ട് എനിക്ക് അത്ര രസം തോന്നാറില്ലെങ്കിലും അങ്ങനെ നല്ല റോഡിൽ കൂടെ ഓടിച്ചിട്ട് നമ്മൾ വീണ്ടും ചുരുളിയിലേക്ക് കടന്നു. ഒന്നും പറയാനില്ല.